ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുകയും ഭൗതികവും ആത്മീകവുമായിട്ടുള്ള വളർച്ച നൽകുകയും ചെയ്യുന്ന ആ ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വഴിമുടക്കി നിൽക്കുന്ന തടസ്സങ്ങളെ തകർത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഒരു വിജയം സമ്മാനിക്കാൻ വ്യാഴഗ്രഹത്തിന്റെ പ്രീതിയിലൂടെ അല്ലെങ്കിൽ അനുകൂല ഭാവത്തിലൂടെ സാധിക്കുന്നതാണ്. എന്നാൽ ആ ഒരു വ്യാഴത്തിന്റെ ശുഭപ്രദമായ പ്രഭാവം നമ്മിലില്ല എങ്കിൽ എല്ലാ മേഖലയിലും തടസ്സവും പ്രശ്നവും ഈശ്വരാധീന കുറവും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച ആ ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്, സൗഭാഗ്യം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട നക്ഷത്രക്കാർ ആരാണ് എന്നും ജീവിത വിജയത്തിനും ദോഷങ്ങൾ അകന്നുപോയി ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യാഴം ശുഭസ്ഥാനത്തായവര് അവരുടെ മടിയൊക്കെ ഉപേക്ഷിച്ച് പ്രവർത്തിക്കുമെങ്കിൽ വരുന്ന ഒരു വർഷ കാലയളവിനുള്ളിൽ അവരുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വ്യാഴത്തിന്റെ ഈ ഒരു ശുഭപ്രദമായ പ്രഭാവം ലഭിക്കാത്ത നക്ഷത്രക്കാര് കൃത്യമായിട്ടുള്ള ആ ഒരു പരിഹാരം ചെയ്ത് അവരുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുമെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ആ ഒരു തടസ്സങ്ങളും ജീവിത ദുരിതങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ തന്നെ ഒഴിഞ്ഞകന്ന് അവയിൽ നിന്ന് അത്ഭുതകരമായിട്ട് അവർക്ക് രക്ഷ നേടുവാനും സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മേടരാശിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ആ ഒരു വ്യാഴം 2024 മെയ് 1-ാം തീയതി മേടം 18 ബുധനാഴ്ച ആ ഒരു ഇടവരാശിയിലേക്ക് പകരുകയാണ്. ഇനി വരുന്ന ഒരു വർഷക്കാലം ഇടവരാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം അതിന്റെ പ്രഭാവം ചൊരിയും. ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് വ്യാഴത്തിന്റെ ഈ ഒരു രാശി മാറ്റം എന്നുള്ളത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങുന്ന 12 രാശികളുടെയും വ്യാഴമാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദശ, അന്തർദശ, പിന്നെ ഓരോരുത്തരുടെയും ജാതകം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഫലം മോശമാണെങ്കിൽ കൂടി ആരും നിരാശപ്പെടേണ്ടതൊന്നുമില്ല. മോശം ഫലമാണെങ്കിൽ കൂടിയും കൃത്യമായും പരിഹാരം വീഡിയോകളിൽ പറയുന്നുണ്ട്. ആ പരിഹാരം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഈ മോശപ്പെട്ട സമയത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. നക്ഷത്ര ഫലം കൊണ്ട് പൊതുവിൽ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ആദ്യമായി ആ ഒരു മേടം രാശിക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ 1-ാം പാദം ചേരുന്ന മേടരാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി ജന്മരാശിയിൽ നിന്ന് വ്യാഴം പലവിധ കഷ്ടങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാ ജീവിത പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കഴിഞ്ഞ ഒരു വർഷ കാലയളവായിട്ട് മേടരാശിക്കാര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം മേടക്കൂറുകാർക്ക് കൈവരാൻ പോവുകയാണ്. മേടരാശിക്കാരുടെ ആ ഒരു 2-ാം ഭാവത്തിലേക്ക് വ്യാഴം പകരുകയാണ്. 2-ാം ഭാവം ധനസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പകർച്ച കൊണ്ട് പൊതുവിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ലാഭം, സാമ്പത്തികമായ സൗഭാഗ്യം മേടരാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. ഇതുവരെ നിലനിന്നിരുന്ന കടങ്ങളെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വീടിപ്പോകുന്നതാണ്. ഈ രാശിയിൽ ഉൾപ്പെടുന്ന പറഞ്ഞ നക്ഷത്രക്കാരുടെ എല്ലാ മേഖലയിലും ആ ഒരു ഗുണാധിക്യം വർദ്ധിക്കുന്നതാണ്. പുരോഗതിയിലേക്കുള്ള വഴി ഇവരുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്നതാണ്. മനസ്വസ്ഥത കൈവരിക്കുന്നതാണ്. അശാന്തി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയവർക്ക് ആശാവഹമായ ഒരു സമയമാണ് കടന്നു വരുന്നത്. വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവര് ഈ വരുന്ന ഒരു വർഷക്കാലയളവിൽ ആ ഒരു വ്യാഴത്തിന്റെ പ്രീതി കൊണ്ട് നേടിയെടുക്കുന്നതാണ്. തൊഴിലിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും. സ്ഥാനക്കയറ്റം സിദ്ധിക്കുന്നതാണ്. ഇനിയിപ്പോ തൊഴിലൊന്നും ആകാത്തവർക്ക് ആ ഒരു പുതിയ തൊഴിൽ ലഭിക്കുന്ന കാലയളവാണ്. ശമ്പള വർധനവും വരുമാന വർധനവും ഇവർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോ വിവാഹമൊന്നും ആകാത്തവർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനം സിദ്ധിക്കുന്നതാണ്. സന്താന സൗഭാഗ്യം ഇവർക്ക് കൈവരുന്നതാണ്. മനസ്സിന് ഇത്ര കാലമായിട്ട് അലട്ടിയിരുന്ന ആ ഒരു ദുഃഖമൊക്കെ ശമിക്കാൻ പോകുകയാണ്. കാരണം ഒന്നുമില്ല എങ്കിലും ഇവരെ അലട്ടിയിരുന്ന ആ ഒരു മനക്ലേശം തീർച്ചയായിട്ടും മാറുന്നതാണ്. കുടുംബസുഖം വർദ്ധിക്കും. അതുപോലെ തന്നെ ശത്രുക്കൾ മിത്രഭാവത്തിലേക്ക് വരുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ഇവർ തുറന്നിടും. ജീവിതത്തിൽ ഭാഗ്യപുഷ്ടി ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. വാഹനം, വസ്തു, ഗൃഹം ഇവ വാങ്ങുന്നതാണ്. ആദരവിന് പാത്രീഭവിക്കും എന്നുള്ളതാണ്. ബഹുമതികൾ, പുരസ്കാരങ്ങൾ ഇത് ഇവർക്ക് സിദ്ധിക്കും.
അപ്രതീക്ഷിതമായിട്ട് വലിയ ഒരു സാമ്പത്തിക നേട്ടം തന്നെ ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ആ ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബക്ഷേത്രം കുടുംബത്തോടെ തന്നെ ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഇവർക്ക് കൈവരുന്നതാണ്. മനസ്സിൽ പല വിധത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. പങ്കാളിക്ക് ശാരീരിക സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ പ്രേമ സാഫല്യം കൈവരുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ശനിയും അനുകൂല ഭാവത്തിലായതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകമായിട്ട് പരിഹാര കർമ്മങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കേണ്ടതില്ല. അല്ലാതെ തന്നെയും സർവ്വവിധ ദൈവാധീനവും ഇവർക്ക് അണഞ്ഞ് എല്ലാ മേഖലയിലും വിജയവും സൗഭാഗ്യവും ഇവരെ തേടി വരുന്നതാണ്. എന്നിരുന്നാലും ക്ഷേത്ര ദർശനം മുടക്കാതിരുന്നാൽ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തത് ഇടവരാശിക്കാരാണ്. കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ, രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ആദ്യ 2 പാദങ്ങൾ ചേരുന്ന ആ ഒരു ഇടവക്കൂറുകാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ നിന്ന് ആ ഒരു ജന്മഭാവത്തിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഒരു വ്യാഴമാറ്റത്തിലൂടെ. അതിനാൽ വരുന്ന ഒരു വർഷക്കാലം ജന്മവ്യാഴത്തിന്റെ സമയമാണ്. മാനസികമായിട്ട് വളരെയധികം പിരിമുറക്കം അനുഭവപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കാൻ പോകുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ്. പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ എടുക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ തീരുമാനവും എടുക്കുമ്പോൾ അതിന്റെ വരും വരായികകൾ 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലും മടുപ്പും ആലസ്യവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ നോക്കണം. അതുപോലെ തന്നെ അവിചാരിതമായി ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഈ ഒരു കാലയളവിലുണ്ട്. കൃത്യമായി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. പരിഹാരം എന്നത് ആ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ്. ഭഗവാന് നെയ്വിളക്ക്, മഞ്ഞപ്പട്ട്, തുളസിമാല, പായസ വഴിപാട് എന്നിത്യാദി വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസം തോറും മുടങ്ങാതെ 7 വ്യാഴാഴ്ച തുടർന്ന് ചെയ്യുക. ജന്മവ്യാഴത്തിന്റെ ദോഷഫലങ്ങൾ ബാധിക്കാതെ ഇരിക്കുന്നതിന് ഇത്തരത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ സഹായിക്കും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അശുദ്ധി കാലയളവിൽ വരുന്ന വ്യാഴാഴ്ചകൾ ഒഴിവാക്കി തുടർന്ന് 7 വ്യാഴാഴ്ചകൾ എന്നത് അവർ പൂർത്തീകരിക്കാവുന്നതാണ്. ജന്മവ്യാഴ സമയത്ത് ഇഷ്ടജനങ്ങളുടെ വേർപാട് മനസ്സിന് ദുഃഖത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിച്ചുറച്ചു പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ആ ഒരു തടസ്സം നേരിടുന്ന സമയമാണ്. ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ചെറിയ അസുഖങ്ങൾക്ക് പോലും മനസ്സിൽ വലിയ ഭീതിയും ഭയവും ഉടലെടുക്കും എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ. അതുകൊണ്ട് അത്തരത്തിൽ ഭീതിയും ഭയവും ഉണ്ടാകാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളും അയൽക്കാരുമായിട്ട് രമ്യതയിൽ പോകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹത്തിനുള്ള സാധ്യത ഇക്കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത് തിരിച്ചറിഞ്ഞ് അത്തരം സാഹചര്യത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാകുക. ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ സംജാതമായാലും ആത്മനിയന്ത്രണം കൈവിടരുത്. എന്നിരുന്നാലും വിവാഹം ഒന്നും നടക്കാത്തവർക്ക് അവർ വിവാഹ സംബന്ധമായിട്ട് അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വലിയ രീതിയിൽ ധനം ചിലവാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നത് നല്ലപോലെ ചിന്തിച്ചു വേണം. തർക്കങ്ങൾ തുടക്കത്തിൽ തന്നെ രമ്യമായിട്ട് പരിഹരിക്കുവാൻ പരിശ്രമിക്കുക. മുകളിൽ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാൻ ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്ര ദർശനവും ഇഷ്ടദേവതാ ക്ഷേത്രവും ദേശദേവതാ ക്ഷേത്രവും നടത്തേണ്ടതുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് അകന്ന് സുഖവും സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇനി അടുത്തത് മിഥുനക്കൂറുകാരാണ്. മകയിരം അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദം ചേരുന്ന ആ ഒരു മിഥുനക്കൂറുകാര്. വ്യാഴം 12ാം ഭാവത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ധനം സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയേറെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പണത്തെ വിനിയോഗിക്കുക. പണപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് വലിയ തുകകൾ കടം വാങ്ങുകയോ കടം നൽകുകയോ മധ്യസ്ഥത നിൽക്കുകയോ ചെയ്യരുത്. പല മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടാകും. എന്നിരുന്നാലും അവയ്ക്ക് തെളിച്ചം കുറവായിരിക്കും എന്നുള്ളതാണ്. അതൊന്നും തന്നെ വേണ്ടത്ര വിജയമായിട്ട് അനുഭവത്തിൽ വരില്ല. വരവിൽ വലിയ കുറവൊന്നും വരില്ല എങ്കിലും ചിലവ് അധികരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. വീട് നിർമ്മിക്കുമ്പോൾ ചിലവുകൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം ധനം വിനിയോഗിക്കണം. ഗൃഹനിർമ്മാണമൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുർവ്യയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരല്പം നീണ്ടുപോകാനും സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യത്തിലും ഒരു കാലതാമസം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സ്വരുക്കൂട്ടിയിരുന്ന ധനം വകമാറ്റി ചിലവഴിക്കുവാൻ നിർബന്ധിതനായിട്ട് തീരും. അന്യദേശങ്ങളിലേക്ക് യാത്രയ്ക്കുള്ള സന്ദർഭങ്ങൾ കൈവരും എന്നുള്ളതാണ്. തൊഴിലിടത്തിൽ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായിട്ട് മാറാതെ നോക്കുക.
ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നൈവേദ്യം, പായസ വഴിപാട്, തുളസിമാല, നെയ്വിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസം തോറും ചുരുങ്ങിയത് 7 വ്യാഴാഴ്ച ചെയ്യുന്നത് ഐശ്വര്യദായകമാണ്. ഇതിലൂടെ മുന്നേ പറഞ്ഞതായ ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് അകന്നു പോകുന്നതാണ്. മാത്രമല്ല മുകളിൽ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങളെ ബാധിക്കുകയുമില്ല. വരുന്ന ഒരു വർഷക്കാലം മികച്ചതായിരിക്കുവാൻ ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു കുടുംബ ക്ഷേത്ര ദർശനവും ഇഷ്ടദേവതാ ക്ഷേത്രവും ദേശദേവതാ ക്ഷേത്രവും നടത്തേണ്ടതുണ്ട്. ഇപ്രകാരമൊക്കെ ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി അകന്ന് സുഖവും സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇനി അടുത്തത് ആ ഒരു കർക്കിടകക്കൂറാണ്. പുണർദം നക്ഷത്രത്തിന്റെ 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു കർക്കിടകക്കൂറുകാരുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് വ്യാഴം പകരുന്നത്. തൊടുന്നതും പിടിക്കുന്നതുമായ എല്ലാ പ്രവൃത്തിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായ ഗുണങ്ങൾ സിദ്ധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് ഇവർക്ക് കൈവരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. തൊഴിലാകാത്തവർക്ക് ആ ഒരു തൊഴിലൊക്കെ സിദ്ധിക്കുന്നതാണ്. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് തന്നെ ആ ഒരു പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ്. ശമ്പള വർധനവ് ഇവർക്ക് കൈവരുന്നതാണ്. വരുമാനവും വളരെയധികം വർദ്ധിക്കുന്നതാണ്. വസ്ത്രലാഭം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഉന്നതമായ കോഴ്സുകൾക്ക് ഇവർക്ക് ചേരുവാനുള്ള അവസരം, ആഗ്രഹിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വേതനം ഉയരുന്നതാണ്. ആഗ്രഹിക്കുന്നിടത്തേക്ക് ഇവർക്ക് തൊഴിൽപരമായിട്ട് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് അവര് വിവാഹമൊക്കെ ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടും. അലട്ടിയിരുന്ന രോഗങ്ങളൊക്കെ തന്നെ അവസാനിക്കും. ആരോഗ്യം വർദ്ധിക്കും. ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനുള്ള ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. സമൂഹത്തിൽ നിന്ന് അംഗീകാരവും പദവിയും കർക്കിടക രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ആ ഒരു ചിങ്ങരാശിക്കാരാണ്. മകം, പൂരം, ഉത്രം കാല് വരുന്ന ചിങ്ങരാശിക്കാർക്ക് വ്യാഴം 10-ാം ഭാവത്തിലേക്കാണ് കടക്കുന്നത്. 10-ാം ഭാവം കർമ്മഭാവമാണ്. കർമ്മത്തിൽ ഗുരു, മർമ്മത്തിൽ കുരു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കർമ്മം എന്നാൽ 10-ാം ഭാവം, മർമ്മം എന്നാൽ നമ്മുടെ ശരീരവും മനസ്സും. അപ്പൊ ഈ ഒരു ചൊല്ലിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഗ്രഹനിലയിൽ 10-ാം ഭാവത്തിൽ വ്യാഴം ശുഭമാണെങ്കിലും ചാരവശാൽ 10-ലെ വ്യാഴം ദോഷപ്രദമാണ്. തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ഈ ഒരു കാലയളവിൽ നേരിടും. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കാഠിന്യം വർദ്ധിക്കും. ഇപ്പോൾ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾക്ക് ശ്രമിക്കുവാൻ പാടുള്ളതല്ല. സ്ഥാനമാനങ്ങൾക്ക് കോട്ടം ഭവിക്കും. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥാനത്ത് പലവിധ അസ്വാരസ്യങ്ങൾ ജനിക്കും. ചെയ്യുന്ന തൊഴിൽ തന്നെ ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിപ്പോകുമെങ്കിലും ഉപേക്ഷിച്ചാൽ പിന്നീട് ഒരു തൊഴിൽ ലഭിക്കുക ബുദ്ധിമുട്ടായിരിക്കും. നിയമക്കുരുക്കിൽ പെടാതെ സൂക്ഷിക്കുക. വാക്കുകളിൽ മധ്യസ്ഥത നിർവഹിക്കരുത്. പങ്കാളിയുടെ വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. വിവാഹം തുടങ്ങി മംഗളകർമ്മങ്ങൾ നീണ്ടുപോകും. എല്ലാ മേഖലയിലും ആ ഒരു തടസ്സം അനുഭവപ്പെടുന്നതായിട്ട് ഒരു ഭയം മനസ്സിലുണ്ടാകും. എന്നാൽ ഈ ദോഷങ്ങൾക്ക് കൃത്യമായ പരിഹാരം ചെയ്താൽ ദോഷഫലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ സാധിക്കും. മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, മഞ്ഞപ്പട്ട്, പായസ വഴിപാട് തുടങ്ങിയ വഴിപാടുകൾ വ്യാഴാഴ്ച തോറും മുടങ്ങാതെ ആ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ നടത്തുന്നത് ദോഷത്തെ ലഘൂകരിക്കും. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായാൽ ആ ഒരാഴ്ച ഒഴിവാക്കി തുടർന്ന് 7 വ്യാഴാഴ്ചകൾ ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ആ ഒരു കുടുംബക്ഷേത്രവും ഇഷ്ടദേവതാ ക്ഷേത്രവും ദേശദേവതാ ക്ഷേത്രവും നിങ്ങൾ ദർശനം ചെയ്യേണ്ടതുണ്ട്. ദൈവാധീനം ഇപ്രകാരം വർദ്ധിക്കുന്നതിലൂടെ ദോഷങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്ന് മനസ്സന്തോഷവും സുഖവും ശാന്തിയും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇനി അടുത്തത് ആ ഒരു കന്നിരാശിക്കാരാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര ചേരുന്ന കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം ഉദിക്കുന്നത്. ദേവാലയ സന്ദർശനത്തിനായിട്ട് തീർത്ഥയാത്രകൾ നടത്തുവാൻ ഇവർക്ക് സൗഭാഗ്യം ലഭിക്കും. ഇഷ്ടപ്പെട്ട ആ ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൈവരിക്കുവാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും. ദാമ്പത്യ സുഖവും സൗഖ്യവും വർദ്ധിക്കും. കുടുംബത്തിൽ പലവിധ സന്തോഷ നിമിഷങ്ങൾ കൈവരും. അതുപോലെ തന്നെ തൊഴിൽ, ബിസിനസ് എന്നിവയിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ നല്ല മെച്ചം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വരുമാനമൊക്കെ ഉയരുന്നതാണ്. നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടും. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കും. പുതിയ ഭവനം, വസ്തു, വാഹനം, സ്വർണ്ണാഭരണം, വസ്ത്രം ഇവ സ്വന്തമാക്കും. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യവും വരുന്ന ഒരു വർഷത്തിൽ ഇവർ നേടിയെടുക്കുന്നതാണ്. ഭാര്യാപുത്ര സുഖം വർദ്ധിക്കും. ആജ്ഞാശക്തി വർദ്ധിക്കും. തന്മൂലം സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. സാമർഥ്യവും കഴിവും ഇക്കാലയളവിൽ കന്നിക്കൂറുകാർക്ക് വർദ്ധിക്കുന്നതാണ്.
അടുത്തത് തുലാരാശിക്കാരാണ്. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേരുന്നതാണ് ആ ഒരു തുലാക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. അതായത് 8ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അഷ്ടമ വ്യാഴം കഷ്ടത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പൊതുവിൽ പറയുന്നത്. എന്നിരുന്നാലും വിവാഹം, വിവാഹ നിശ്ചയം, ഗൃഹപ്രവേശം എന്നിവയ്ക്ക് യോഗം ഉണ്ടാകും. എന്നാൽ അലച്ചിൽ വലച്ചിൽ ഇവയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല. എന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഒടുവിൽ പറയുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ദോഷഫലങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല. പലതരത്തിൽ ഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചെറിയ അസുഖങ്ങൾക്ക് പോലും തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകുന്നത് ഉത്തമമാണ്. ഈ വിധം ചെറിയ അസുഖങ്ങൾ പോലും മാനസികമായിട്ട് വളരെ തളർത്തുന്ന ഒരു സമയമാണ്. ഭയം മനസ്സിനെ വല്ലാതെ ഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. മനോദുഃഖവും വർദ്ധിക്കും. തൊഴിൽ നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. തൊഴിൽ ഉപേക്ഷിച്ചാൽ പുതിയ തൊഴിൽ ലഭിക്കാൻ കാലതാമസം എടുക്കും. എന്നാൽ സർക്കാർ ജോലി സംബന്ധമായിട്ട് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വിദേശ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം കൈവരും. ബന്ധുക്കളുമായിട്ട് രമ്യതയിൽ പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്നാൽ ബന്ധുക്കൾ ശത്രുക്കളാകാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കൂടി വരും. ഇക്കാലയളവിൽ ചില നല്ല സൗഹൃദങ്ങൾ നിങ്ങളെ തേടി വരാനും സാധ്യതയുണ്ട്. മാനഹാനി സംഭവിക്കാതെ സൂക്ഷിക്കുക. പിതൃസ്ഥാനീയരായിട്ടുള്ളവർക്ക് രോഗക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പായസ വഴിപാട്, മഞ്ഞപ്പട്ട്, തുളസിമാല, നെയ്വിളക്ക്, ഇത് 7 വ്യാഴാഴ്ച മുടക്കം കൂടാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് പീരീഡ്സ് ഒക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഒഴിവാക്കിയിട്ട് തുടർന്ന് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പറഞ്ഞ ദോഷഫലങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാന് ഈ വിധത്തിൽ ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രവും വഴിപാടുകളും നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബക്ഷേത്ര ദർശനം, ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം, ദേശദേവതാ ക്ഷേത്ര ദർശനം എന്നിവ നടത്തേണ്ടതുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ദോഷങ്ങളൊക്കെ ജീവിതത്തിൽ നകന്ന് സുഖവും സമാധാനവും ശാന്തിയും സൗഖ്യവും നിറഞ്ഞ ആ ഒരു സമയം നിങ്ങളിലേക്ക് കൈവരുന്നതാണ്. ഇനി ആ ഒരു വൃശ്ചിക കൂറുകാരാണ്. വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു വൃശ്ചിക കൂറുകാർക്ക് പ്രണയസാഫല്യം ഉണ്ടാകും. പങ്കാളിക്ക് ശാരീരിക സുഖം, സൗഭാഗ്യം ഇവ ലഭിക്കുന്നതാണ്. കുറച്ച് നാളുകളായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും. സൗഭാഗ്യത്തിന്റെ നാളുകളാണ് വരുന്നത്. മുടങ്ങിക്കിടന്നിരുന്ന സകലതും പുനരാരംഭിക്കും. സർവ്വ ഐശ്വര്യവും ഫലത്തിൽ വരും. ബന്ധുക്കളുമായിട്ട് നിലനിന്നിരുന്ന ശത്രുത അവസാനിക്കും. ശത്രുക്കൾ അനുകൂല ഭാവത്തിലേക്ക് വരും. കേസ് വഴക്കുകൾ അവസാനിക്കും. അനുകൂലമായ വിധിയും ഉണ്ടാകും. പ്രണയ സാഫല്യം കൈവരും. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറും. ദീർഘകാലമായിട്ട് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ദൂര ദേവാലയങ്ങൾ സന്ദർശിക്കും. ഇതുവരെ നടത്താത്ത യാത്രകളൊക്കെ തന്നെ നടത്തും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. വിദേശത്തൊക്കെ തൊഴിൽ നോക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. പങ്കാളിത്ത കച്ചവടത്തിൽ ഗുണങ്ങൾ ഭവിക്കും. വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ കൈവരിക്കുവാൻ സാധിക്കും. ബുദ്ധി വർധനമുണ്ടാകും. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാകും. ധനപരമായി മെച്ചമുണ്ടാകും. വൃശ്ചികക്കൂറുകാർക്ക് ഇതെന്തുകൊണ്ടും അനുകൂലമായ ഒരു സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ചേരുന്ന ആ ഒരു ധനു രാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണ്. 6ലെ വ്യാഴം ശത്രുവർധന ഉണ്ടാക്കും എന്നുള്ളതാണ്. രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം. തൊഴിൽപരമായും ശാരീരികമായും കഷ്ടത അനുഭവിക്കേണ്ടി വരും. പേടിക്കേണ്ടതില്ല. ദോഷങ്ങൾക്ക് പരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എവിടെയും തിരിച്ചടികൾ നേരിടുന്ന ഒരു സമയമാണ്. തൊഴിൽ നഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ എണ്ണം ദിവസവും കൂടുന്നത് എങ്ങനെയാണ് എന്ന് ആശ്ചര്യപ്പെട്ടു പോകും. അത്ര ശത്രുശല്യം ഉണ്ടാകും. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിലൊന്നും തന്നെ പോയി ഇടപെടരുത്. കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാകാതെ പരിപൂർണമായി ശ്രദ്ധ കൊടുക്കുക. ബാങ്ക്, ധനപരമായ ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം. കൂടെ നിന്നിരുന്നവർ പോലും കാലു മാറുന്ന ഒരു സമയമാണ്. രോഗങ്ങളും ക്ലേശങ്ങളും വർദ്ധിക്കും എന്നുള്ളതിനാൽ ചെറിയ രോഗങ്ങൾക്ക് പോലും തുടക്കത്തിൽ ചികിത്സ നിങ്ങൾ നൽകുക. എന്നിരുന്നാലും കുടുംബസ്വത്ത് അനുഭവിക്കാനൊക്കെയുള്ള യോഗം ഉണ്ടാകും. പുതിയ ഗൃഹം നിർമ്മിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. അപ്പൊ ദോഷത്തിന് പരിഹാരാർത്ഥമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, പായസം, തുളസിമാല, മഞ്ഞപ്പട്ട് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് ഉചിതമാണ്. ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാന് ആ ഒരു മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഈ വഴിപാടുകളും നിങ്ങളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്ര ദർശനവും ഇഷ്ടദേവതാ ക്ഷേത്രവും ദേശദേവതാ ക്ഷേത്രവും നടത്തേണ്ടതുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ദോഷങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ് അല്ലെങ്കിൽ മകരക്കൂറുകാരാണ്. ഉത്രത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര ചേരുന്ന നക്ഷത്ര ഗണമാണ് മകരക്കൂർ എന്ന് പറയുന്നത്. വ്യാഴം 5ാം ഭാവത്തിലേക്ക് കടക്കാണ്. ഉത്തമ സ്ഥാനത്തേക്ക് വരുന്നത് ഭാഗ്യമായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കുടുംബത്തിൽ നിലനിന്നിരുന്ന വഴക്കുകളും പ്രശ്നങ്ങളും അവസാനിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം ഉണ്ടാകുന്നതാണ്. പ്രണയ സാഫല്യം കൈവരിക്കും. വിവാഹം, സന്താന സൗഭാഗ്യം എന്നിവ കൈവരിക്കും. ഏറെ നാളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരും. അംഗീകാരവും ബഹുമാനവും ലഭിക്കും. തൊഴിലിൽ നിന്ന് നല്ല വരവും വരുമാനവും ലഭിക്കും. ജോലിയിൽ
മേഖലയിൽ ഉയർന്ന പൊസിഷനിൽ എത്തിച്ചേരും. ഒരിടം അതുപോലെ വസ്തുവകകൾ ഇവ വാങ്ങിക്കൂട്ടും, ഗൃഹം നിർമ്മിക്കും. എന്നാൽ സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതയിൽ മനസ്സിന് വിഷമം സംഭവിക്കാം. ദാമ്പത്യത്തിൽ ഈശ്വരകൃപയാൽ സന്തോഷം സംഭവിക്കും. വിദേശ യാത്രയൊക്കെ നടത്തുവാനുള്ള സാഹചര്യവും സാധ്യതകളും വന്നുചേരും. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല കാലമാണ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടുക തന്നെ ചെയ്യും. നല്ല സൗഹൃദങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. മനസ്സിന് ശക്തി ലഭിക്കും. കുടുംബ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാകും. പലവിധ ശുഭകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. പല ഭാഗ്യാനുഭവങ്ങളും കൈവരും. ഇനി അടുത്തത് അവർ കുംഭരാശിക്കാരാണ്. അവിട്ടത്തറയും ചതയം പൂരുട്ടാതി മുക്കാലും ചേരുന്ന കുംഭകൂറുകാര്. കുംഭരാശിക്കാർക്ക് ഇപ്പോ 4-ലാണ് വ്യാഴം. 4-ലെ വ്യാഴം പൊതുവെ ദോഷപ്രദമായിട്ടാണ് കരുതിപ്പോരുന്നത്. മാതൃസ്ഥാനം അലങ്കരിക്കുന്നവർക്ക് ഈ ഒരു കാലം ഗുണപ്രദമായിരിക്കില്ല. അവരുടെ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കുക. വാഹന യന്ത്രാദികൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ വെച്ച് പുലർത്തണം. ഭയവും സംശയവും ജനിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള വഴിപാട് അല്ലെങ്കിൽ പരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. കുടുംബത്ത് പൊതുവിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. പലവിധ ജീവിത പ്രയാസങ്ങൾ ജീവിതത്തിൽ തലപൊക്കും. എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അഭിമാനം വെച്ച് പുലർത്തിയിരുന്നുവോ അതൊക്കെ തന്നെ പ്രതികൂലമായിട്ട് ഭവിക്കുന്നതായിട്ട് അറിയുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ വിള്ളൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് വിജയത്തിനായിട്ട് അത്യധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ തൊഴിലാകാത്തവർക്ക് തൊഴിൽ ലഭിക്കുകയും തൊഴിലിൽ സ്ഥിരതയുണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് ചിലവ് ഉയരുകയും പലവിധ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാൻ പ്രത്യേക സാധ്യതയുള്ളതിനാൽ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കുന്നതോ അഭിപ്രായങ്ങൾ പറയുന്നതോ മധ്യസ്ഥത നിൽക്കുന്നതോ ഒഴിവാക്കുന്നത് നല്ലതാണ്. ജീവിത പങ്കാളിക്ക് പലവിധ മനപ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് ദുഃഖവും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. എന്നാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുകയും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ശരിയാകുകയും ചെയ്യും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, പായസ വഴിപാട്, മഞ്ഞപ്പട്ട് സമർപ്പണം, തുളസിമാല ഇവ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ പരിപൂർണമായിട്ട് അകന്നു പോകുന്നതാണ്. 7 വ്യാഴാഴ്ച മുടങ്ങാതെ ഇത് ചെയ്യുക. സ്ത്രീകൾ ആർത്തവ സമയം ഒഴിവാക്കി മറ്റു വ്യാഴാഴ്ചകൾ ഇത് ചെയ്യാവുന്നതാണ്. എന്തായാലും 7 വ്യാഴാഴ്ച നിങ്ങൾ ഇത് ചെയ്യുക. ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ ഉറപ്പായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദോഷഫലങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മുകളിൽ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാൻ ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്ര ദർശനവും ഇഷ്ടദേവതാ ക്ഷേത്രവും ദേശദേവതാ ക്ഷേത്രവും നടത്തേണ്ടതുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് അകന്ന് സുഖവും സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇനി അടുത്തത് മീനം രാശിയിൽപ്പെട്ട പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു മീനക്കൂറുകാരുടെ ഫലമാണ്. ഇവർക്ക് വ്യാഴം 3-ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നുള്ളതാണ്. വാസസ്ഥലം മാറുവാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ സ്ഥലം മാറ്റം ലഭിക്കുകയോ തൊഴിൽ തന്നെ നഷ്ടപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. പരിഹാരം വീഡിയോയുടെ ഒടുവിൽ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ഇടപെട്ട് ഒടുവിൽ അബദ്ധമായെന്ന് മുറവിളി കൂട്ടുന്ന ഒരു സമയമാണ്. അതിനാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടുകയോ അഭിപ്രായം പറയാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം. സഹോദരങ്ങൾക്ക് നല്ല കാലമാണ്. കോടതി കേസ് തർക്കങ്ങൾ എന്നിവയിൽ സമയവും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കും. തൊഴിൽ നഷ്ടമാകാതെ സൂക്ഷിക്കുക. കാരണം തൊഴിൽ നഷ്ടമായാൽ മറ്റൊന്ന് കിട്ടുക പ്രയാസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. വിവാഹം, വിവാഹ നിശ്ചയം, സന്താനപ്രാപ്തി ഇവയ്ക്ക് യോഗമുണ്ട്. ഇഷ്ടജനങ്ങളുടെ വേർപാട് മനസ്സിനെ വിഷമിപ്പിക്കും. ചെറിയ രോഗങ്ങൾക്ക് പോലും തുടക്കത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. എല്ലാ രംഗത്തും ഒരു കാര്യതടസ്സം നേരിടുന്നതായിട്ട് അനുഭവപ്പെടും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ, പായസ വഴിപാട്, തുളസിമാല, നെയ്വിളക്ക്, മഞ്ഞപ്പട്ട് തുടങ്ങിയവ ചേർത്ത് 7 വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്യുകയാണ് എങ്കിൽ ദോഷങ്ങളൊക്കെ തന്നെ ഒഴിവായി പോകുന്നതാണ്. സ്ത്രീകൾക്ക് ആർത്തവാശുദ്ധി ഉണ്ടാകുന്ന ആഴ്ചകൾ ഒഴിവാക്കി മറ്റു ആഴ്ചകളിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വഴിപാടുകൾ ചെയ്യുകയാണ് എങ്കിൽ ഇപ്പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല. മാത്രമല്ല വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ചതായിരിക്കുവാൻ ആ ഒരു മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഇതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്ര ദർശനവും ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനവും ദേശദേവതാ ക്ഷേത്ര ദർശനവും മുടങ്ങാതെ നടത്തേണ്ടതുണ്ട്. പ്രകാരം ചെയ്യുന്നതിലൂടെ എല്ലാ ദോഷഫലങ്ങളും ജീവിതത്തിൽ നിന്ന് മാറി സുഖവും സന്തോഷവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു വ്യാഴ ഗ്രഹത്തിന്റെ ചാരവശാലുള്ള ഫലത്തെയാണ് മനസ്സിലാക്കിയത്. ശുഭകരമായ സമയമെന്ന് കരുതി ആരും പ്രവർത്തിക്കാതിരിക്കരുത്. അനുകൂലമായ സമയമുള്ളവർ ഇപ്പോൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സമയം ദോഷമായിട്ടുള്ളവര് അതിനുള്ള പ്രതിവിധി ചെയ്തുകൊണ്ട് അവരും പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവർക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.